Hi Rahul, welcome to Red Chart Talks. ഹായ് എവരിവൺ. നമ്മുടെ ഈ വീക്കെൻഡിലെ ലാസ്റ്റ് ഡേ ട്രേഡിങ്ങും നിഫ്റ്റി നമ്മുടെ 23800 എന്നുള്ള ഒരു മേജർ ആയിട്ടുള്ള നമ്മുടെ റെസിസ്റ്റൻസ് ബ്രേക്ക്, ഒരു സ്ട്രോങ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സ്ട്രോങ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ, കണ്ടോ? സ്ട്രോങ് ബ്രേക്കിംഗ്. ലാസ്റ്റ് വട്ടം നിഫ്റ്റി ഇവിടെ എത്തിയപ്പോൾ നമ്മൾ അവിടെ ഒരു വിക്കായിരുന്നു അവിടെ അത് ബ്രേക്ക് ചെയ്തത്. ഓക്കെ, 23 എന്നായിരുന്നു, 17 എന്ന് നോക്കട്ടെ, 25 മാർച്ച്, അന്നൊരു വിക്കായിരുന്നു അത് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നത്. പക്ഷെ ഇന്നലെ നിഫ്റ്റി അവിടെ ഒരു സ്ട്രോങ് ക്ലോസ് ആണ് തന്നിട്ടുള്ളത്, അല്ലെ? ഒരു സ്ട്രോങ് ക്ലോസ്. അതിന്റെ അർത്ഥം എന്താണ്? നാളെ ഇതിന്റെ മുകളിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ, അതിന്റെ മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ മുകളിലുള്ള മൂവ്മെന്റ്സ് കാണാൻ കഴിയും, സിമ്പിളായിട്ട്. അതാണ് നിഫ്റ്റി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഫുള്ളി നമ്മൾ നെക്കഡ് ചാർട്ടിൽ നോക്കി കഴിഞ്ഞാൽ നിഫ്റ്റി ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ വന്നിട്ട് സ്ട്രോങ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്, അല്ലെ? ലാസ്റ്റ് വട്ടം അവിടെ പോയി ടച്ച് ചെയ്തു, തിരിച്ചു വന്നു. ഓക്കെ, പക്ഷെ ഈ ഒരു വ്യത്യാസം കണ്ടോ? ഒരു ഫുള്ളി ബുള്ളിഷ് ക്യാൻഡിലാണ്. ഒരു ഡെയിലി ഒരു ഫുള്ളി ബുള്ളിഷ് ക്യാൻഡിലാണ്, അല്ലെങ്കിൽ ഒരു വീക്കിൽ നോക്കിയാൽ തന്നെ ഫുള്ളി ബുള്ളിഷ് ക്യാൻഡിൽ. ഒരു 1 വീക്കിൽ എടുത്ത് നോക്ക്, ഒരു 1 വീക്കിലും സെയിം കാണാൻ കഴിയും. ഉണ്ടാവും, ഒരു ഫുള്ളി ബുള്ളിഷ് ക്യാൻഡിലാണ് അവിടെ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഡെയിലി അതിനെ ജസ്റ്റ് ലോയും ഹൈയും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ജസ്റ്റ് നമുക്ക് മൺഡേയിലെ വ്യൂവിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ലോ ഹൈ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. സിമ്പിൾ പ്രൈസ് ആക്ഷൻ നമ്മളിപ്പോൾ പറയുന്ന പോലെ. അപ്പം ഇതിന്റെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, ഇതിന്റെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് നമുക്ക് മുകളിലോട്ടുള്ള ഒരു മൂവ്മെന്റ് കാണാൻ കഴിയും. എനിക്ക് തോന്നുന്നു ഒരു ഗ്യാപ്പ് അപ്പിലായിരിക്കും ഓപ്പൺ ആകുന്നത് നിഫ്റ്റി മൺഡേയിൽ. മേ ബി ഒരു ഗ്യാപ്പ് അപ്പിന് ചാൻസ് ഉണ്ട് നിഫ്റ്റിക്ക്. നോക്കാം, ഓൾറെഡി 24 സംതിങ് ഫ്യൂച്ചർ നിഫ്റ്റി കയറിയിട്ടുണ്ട് ഓൾറെഡി. അപ്പം മേ ബി ഒരു ഗ്യാപ്പ് അപ്പിന് ചാൻസ് ഉണ്ട് നിഫ്റ്റിക്ക്, അല്ലെ? അപ്പം ഗ്യാപ്പ് അപ്പിന് ചാൻസ് ഉണ്ട്. അല്ലെങ്കിലും ഒരു 70-80% നിഫ്റ്റി ഒരു ബുള്ളിഷ് മൂവ് തന്നെ ചെയ്ത് മുകളിലോട്ട് പോകാനായിരിക്കും ചാൻസ് കൂടുതൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 24,197 ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് കാണാൻ പറ്റും. 24,197 നിഫ്റ്റി കയറാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു റെസിസ്റ്റൻസ് നിഫ്റ്റി എടുക്കാൻ ചാൻസ് ഉണ്ട്, കാരണം നിഫ്റ്റി ഫുള്ളി ഫോമിലാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ അപ് ട്രെൻഡ് ഉണ്ട് നിഫ്റ്റിക്ക്. അതും പിന്നെ ആസ് പെർ ചാർട്ട് വെച്ചിട്ട് കണ്ടോ, ആ ഒരു റെസിസ്റ്റൻസിൽ പ്രോപ്പറായിട്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി 3-4 വട്ടം നോക്കി മാർക്കറ്റ് ക്ലോസ് ആയിട്ടുണ്ട്. അപ്പം മൺഡേ ഇവിടുന്ന് അത് ചെറിയൊരു ഗ്യാപ്പ് അപ്പിലാ ഓപ്പൺ ആണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യണം. ജസ്റ്റ് നമ്മുടെ സപ്പോർട്ടിൽ ഒന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു പോകാൻ വെയിറ്റ് ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് മൺഡേ സിമ്പിളായിട്ട് നമ്മൾ മുകളിലോട്ടൊരു മൂവ്മെന്റ് കാണാൻ കഴിയും. അപ്പം മൺഡേ അങ്ങനെ ട്രേഡ് ചെയ്യുക. മൺഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് 15 മിനിറ്റ്സ് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 5 മിനിറ്റ്സിലൊക്കെ ആയാലും നമ്മൾ എൻട്രി ഒരു 20 ഒക്കെ ആകുമ്പോൾ ശ്രമിക്കാൻ നോക്കുക. അപ്പം മാർക്കറ്റ് മുന്നോട്ട് പോയിട്ട് തിരിച്ച് വന്നിട്ട് പോകുന്നുണ്ടോ എന്ന് 15 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും. തിരിച്ച് വന്നിട്ട് പോകുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു ഹൈ എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യുക. അപ്പം മുകളിലോട്ടുള്ള ടാർഗറ്റ് നമുക്ക് കാണാൻ കഴിയും 24,197. സിമ്പിളായിട്ട് വലിയ എന്താ പറയുക, ഒരുപാട് നമ്മളിങ്ങനെ ആലോചിച്ച് ഇതാക്കേണ്ട കാര്യമൊന്നുമല്ല. സിമ്പിൾ, ഇപ്പം നല്ല സിമ്പിളായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രൂപത്തിലാണ് നിഫ്റ്റി ഉള്ളത്. ഇപ്പൊ ഇന്ന് തന്നെ ഉണ്ട്, നമ്മളൊരു ഡബിൾ ടോപ്പ് ഉണ്ടാക്കി, സിമ്പിൾ അല്ലെ? ഒരു ഡബിൾ ടോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് നിഫ്റ്റി ഇവിടുന്ന് ഒരു മൂവ്മെന്റ് മുകളിലോട്ട് വന്നിട്ടുണ്ടാകും. സിമ്പിൾ ഡബിൾ ടോപ്പ് ഉണ്ടാക്കി, ഒരു ഡബിൾ ബോട്ടം ഉണ്ടാക്കി ഡബിൾ ബോട്ടം ബ്രേക്ക് ചെയ്തപ്പോൾ നിഫ്റ്റി മുകളിലോട്ട് കയറിപ്പോയി. ഒരു ഡബിൾ ബോട്ടം ഉണ്ടാക്കി നിഫ്റ്റി ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി മുകളിലോട്ട് കയറിപ്പോയി. സി ദ ഡബിൾ ബോട്ടം. ഉണ്ടോ? നിഫ്റ്റി കയറിപ്പോയി. ഇതാണ് നടന്നിട്ടുള്ളത്. അപ്പൊ ഇവിടുന്ന് ഒരു എൻട്രി എന്ന് കൊടുത്ത എല്ലാവർക്കും നല്ലൊരു പ്രീമിയം മൂവ്മെന്റ് നേടിയിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ എക്സ്പയറി ഡേയും കൂടെ ആയിരുന്നു. നമുക്ക് ജസ്റ്റ് നിഫ്റ്റി ബാങ്ക് ഒന്ന് നോക്കാം. നിഫ്റ്റി ബാങ്ക് ഓൾറെഡി ഓൾ ടൈം ഹൈയിൽ എത്തിയിട്ടുണ്ട് നിഫ്റ്റി ബാങ്ക്. അപ്പം നിഫ്റ്റി ബാങ്ക് ഓൾ ടൈം ഹൈയിൽ എത്തിയത് കൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ മുകളിലേക്ക് ഒരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, നിഫ്റ്റി ഓൾറെഡി ഇപ്പൊ നമ്മൾ സെപ്റ്റംബറിലാണ് നിഫ്റ്റി ബാങ്ക് ഈ ഒരു ഏരിയയിൽ വന്നിട്ടുള്ളത്. സെപ്റ്റംബർ
26-നാണ് നിഫ്റ്റി ബാങ്ക് ഓൾ ടൈം ഹൈ അടിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഏപ്രിലാണ് നിഫ്റ്റി ബാങ്ക് രണ്ടാമത് ഓൾ ടൈം ഹൈ അടിക്കുന്നത്. അപ്പം ഓൾ ടൈം ഹൈ അടിച്ചു കഴിഞ്ഞിട്ട് നിഫ്റ്റി ബാങ്ക് ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രം 1:2 റേഷ്യോയിൽ നമുക്ക് ട്രേഡ് മുകളിൽ നോക്കാം. കാരണം ഓൾ ടൈം ഹൈയിലാണ് ബാങ്ക് ഉള്ളത്. അതല്ല ബാങ്ക് സസ്റ്റെയിൻ ചെയ്യാതെ താഴോട്ട് വരികയാണെങ്കിൽ ഇപ്പം ട്രെൻഡ് അഗെയിൻസ്റ്റ് ട്രേഡ് ചെയ്യേണ്ട. മീൻസ് എന്താണ് പിന്നെ താഴോട്ടുള്ള മൂവ്മെന്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഫുള്ളി അപ് ട്രെൻഡായി നിൽക്കുന്ന ഒരു സെറ്റപ്പിൽ നമ്മൾ ട്രെൻഡ് അഗെയിൻസ്റ്റ് ട്രേഡ് ചെയ്യായിരിക്കും നല്ലത്. കാരണം നാളെ നിഫ്റ്റി ബാങ്ക് മൺഡേ ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് ചിലപ്പം ഒരു പുൾ ബാക്ക് വന്നിട്ട് തിരിച്ച് അതേപോലെ ഫുള്ളിച്ചിലും കയറിപ്പോകും. ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ട്രെൻഡിന് അഗെയിൻസ്റ്റ് ട്രേഡ് ചെയ്യണ്ട. ട്രേഡ് ചെയ്യണമെങ്കിൽ തന്നെ ഡേ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രം ട്രേഡ് ചെയ്യുക. ഡേ ലോ ബ്രേക്ക് ഈ ഏരിയ ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ ഏരിയ താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ 53,113 ഈ ഒരു ഏരിയ താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഇതിന്റെ താഴെയുള്ള ഇവിടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് ഇവിടെ എടുക്കാം, ചെറിയ ടാർഗറ്റ് ആയിട്ട്. കാരണം ട്രെൻഡ് അപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ നമുക്ക് നോൺ ട്രേഡിംഗ് സോൺ ആയിട്ട് എടുക്കാം. ഓക്കെ, ഈ ഒരു ഏരിയ നമുക്ക് നോൺ ട്രേഡിംഗ് സോണിൽ എടുക്കാം. അവിടെ നമുക്ക് ട്രേഡ് ചെയ്യേണ്ട. അവിടെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ട്രെൻഡ് അഗെയിൻസ്റ്റ് ട്രേഡ് ചെയ്യാൻ പാടില്ല ആരും. അപ്പം ഇവിടുന്ന് താഴോട്ട് ഒരു ബ്രേക്ക് തരികയാണെങ്കിൽ നമ്മുടെ ഡേ ലോ നിഫ്റ്റി ബാങ്ക് താഴോട്ട് ഒരു ബ്രേക്ക് തരികയാണെങ്കിൽ മാത്രം നിഫ്റ്റി ബാങ്കിന് താഴോട്ട് അതും ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ വന്നിട്ട് തിരിച്ച് നമ്മുടെ റെസിസ്റ്റൻസ് തട്ടി താഴോട്ട് ഇങ്ങനെ ഒരു മൂവ്മെന്റ് വരികയാണെങ്കിൽ 52,517 താഴോട്ട് മൂവ്മെന്റ് എടുക്കണം. പക്ഷെ ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയതേ ഉള്ളൂ. ഇങ്ങനെ ഒരു ചാൻസ് ഇപ്പം പ്രസന്റ്ലി ഇല്ല. ഫുള്ളി അപ് ട്രെൻഡിലാണ്. അപ്പം ഇതിന് മുകളിലോട്ടായിരിക്കും ചാൻസ് ഒരു 85% കൂടുതൽ. അങ്ങനെയാണെങ്കിലും ഇതിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത ശേഷം മാത്രം നമ്മൾ എടുക്കുക. ഇതിന് മുകളിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ എടുക്കരുത്. തിരിച്ചു വരാനുള്ള ചാൻസ് കൂടുതലാണ്. തിരിച്ചു വന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് പിന്നെ പോകണമെങ്കിൽ മുകളിലോട്ട് ഒരു 1:1, 1:2 റേഞ്ചിൽ ബാങ്ക് നിഫ്റ്റിനെ ട്രേഡ് ചെയ്യാം. ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ് മൈ ചാനൽ. താങ്ക് യു.